ഹലോ എല്ലാവർക്കും മനുഷ്യരുടെ യൂട്യൂബിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് കാലമായി. വേറെ ഒന്നുമല്ല, നമ്മൾ എന്താ പറയുക, ഷോർട്സ് കുറച്ചും കൂടി നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ ആ ഒരു മേഖലയിലേക്ക് മാത്രം പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ബ്യൂട്ടി ടിപ്സ് ഒന്നല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു എന്താ പറയുക, ഒരു രോഗമാണ് PCOD എന്ന് പറയുന്നത്. അപ്പോൾ PCODനെ കുറിച്ചിട്ട് കുറച്ച് പേർക്കൊക്കെ അറിയാം, കുറച്ച് പേർക്കൊക്കെ ഒരുപാട് സംശയങ്ങളും എന്താണ് PCOD എന്ന് അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിന്ന് എന്താണ് PCOD വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് പരിഹാരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനുഷ്യരായ യൂട്യൂബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, PCOD അല്ലെങ്കിൽ PCOS എന്നാണ് കേട്ടോ പറയുന്നത്. പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രം എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പേരിൽ തന്നെ ഉണ്ടല്ലേ എന്താണ് അസുഖം എന്നുള്ളത്. നമ്മുടെ സ്ത്രീകളുടെ അണ്ഡാശയത്തെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ PCOD എന്ന് പറയുന്നത്. ഒരു 80% കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികളിൽ കാണപ്പെടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഈ PCOD എന്ന് പറയുന്നത്. നമ്മുടെ ഒരു അണ്ഡാശയം എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള അണ്ഡാശയം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഈ ഒരു PCOD ബാധിച്ചവർക്കാണെങ്കിൽ അത് കുറച്ചുകൂടെ ഹാർഡായിരിക്കും. ഈ PCOD എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒന്നാണ് ഈ PCOD എന്ന് പറഞ്ഞാൽ. PCODക്ക് പൊതുവായിട്ട് കുറേ ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് പറയാം കേട്ടോ. ഒന്നാമത് നമുക്ക് പറയാനുള്ളത് ഇറഗുലർ പീരീഡ്സ് ആണ്. പീരീഡ്സിൻ്റെ സമയത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതായത് ഇപ്പോൾ കറക്റ്റ് മാസത്തിലാവില്ല, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴേ ആവുള്ളൂ, ചിലപ്പോൾ ആവുകയില്ല, 2-3 മാസത്തിന് പീരീഡ്സേ ആവില്ല. ഇനി അതുപോലെ തന്നെ നമ്മുടെ ബ്ലീഡിങ്ങിൽ വരുന്ന ചേഞ്ചസും അതെ കേട്ടോ. ചിലർക്ക് നല്ലോണം ഉണ്ടാവും, ചിലർക്ക് ഒട്ടും ഉണ്ടാവില്ല. അങ്ങനെ ഇറഗുലർ പീരീഡ്സ് ആണ് ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തേത് അമിതവണ്ണമാണ്. അമിതമായിട്ട് ഇങ്ങനെ വണ്ണം വെച്ചുകൊണ്ടേ ഇരിക്കുക. മൂന്നാമത്തെ നമുക്ക് എടുത്തു പറയാവുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോമവളർച്ച കൂടുതലാവുന്നത്. അതിപ്പോൾ നമുക്കിങ്ങനെ മീശ ആയിക്കോട്ടെ, ഈ മീശേൻ്റെ ഈ ഭാഗത്തും ഇവിടെയൊക്കെ നമുക്ക് അധികമായിട്ട് രോമങ്ങൾ കാണാൻ തുടങ്ങും. അതുപോലെ നമുക്ക് കാണാവുന്ന ഒന്നാണ് കഴുത്തിന് ചുറ്റും വരുന്ന കറുപ്പ് കളറ്, പിന്നെ മുഖക്കുരു, മുടി കൊഴിച്ചിൽ, ക്ഷീണം, സ്ട്രെസ്സ്, ആൻസൈറ്റി, ഡിപ്രഷൻ, വിശപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടോ നമുക്കിതിൻ്റെ മെയിൻ ലക്ഷണങ്ങളായിട്ട് പറയാനുള്ളത്. PCOD വരാനുള്ള കാരണം എന്താണെന്നാണ് നമ്മളിനി അടുത്ത് പറയാൻ പോകുന്നത്. PCOD വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ടിട്ട് ഈ ഒരു കാരണം തന്നെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ ഇൻസുലിൻ്റെ ഒരു നോർമൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി കൺസ്യൂം ചെയ്യുന്ന എനർജി ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് സമയത്ത് അതിൻ്റെ നോർമൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. ആ ടൈമിൽ ഒരു കോമ്പൻസറി മെക്കാനിസം എന്നുള്ള നിലയിൽ ബോഡി തന്നെ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. അത് നമ്മുടെ രക്തത്തിലുള്ള ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹൈപ്പർ ഇൻസുലിയ എന്നൊരു കണ്ടീഷനിലോട്ട് പോവുകയും ചെയ്യും. ആ ടൈമിൽ നമ്മുടെ അണ്ഡാശയം ബൾക്കിയായിട്ട് പുരുഷ ഹോർമോണുകൾ വരും. അതിൻ്റെ ഫലമായിട്ട് അണ്ഡവിസർജനം പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ ഈ അണ്ഡങ്ങളെല്ലാം ഒരു മാല പോലെ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ഈ PCOD ഉള്ളവരുടെ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയാൽ കാണാൻ പറ്റും, ഇങ്ങനെ ഒരു മാല പോലെ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ PCOD എന്ന് പറയുന്നത്. PCOD ഉണ്ടാവാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ് കേട്ടോ. ഒരു കാരണം വെച്ചാൽ പ്രധാനപ്പെട്ട മിക്ക സ്ത്രീകളിലും PCOD വരാനുള്ള കാരണം ഇത് തന്നെയാണ്. പിന്നെ പാരമ്പര്യമായിട്ട് വരുന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് അമിതവണ്ണം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടെങ്കിലോ ഒക്കെ വരുമെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു PCOD നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും. എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലൊന്നും വെച്ച് അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. തിരിച്ചറിയാൻ പറ്റുമെങ്കിലും അത് നമുക്ക് ചിലപ്പോൾ അമിതവണ്ണം കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് പീരീഡ്സ് ഇല്ലെങ്കിലോ അങ്ങനെയൊക്കെ നമുക്ക് ചെറുതായിട്ടുള്ള സൂചനകൾ കിട്ടുള്ളൂ. എന്തായാലും നമ്മളതിന് സ്കാനിങ് തന്നെ ചെയ്യണം. അപ്പോൾ അതിന് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യുന്നതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. രണ്ടാമത്തായിട്ട് ഇതിന് ചെയ്യാൻ പറ്റുന്നത് സ്കാനിങ് തന്നെയാണ് കേട്ടോ. സ്കാനിങ് ചെയ്യും, അതുപോലെ തന്നെ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും, ഹോർമോണൽ ടെസ്റ്റ് നടത്തും, ഓവുലേഷൻ സ്റ്റഡി ചെയ്യും, ഹോർമോൺ ടെസ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്തായാലും നമുക്ക് നല്ലൊരു ഡോക്ടറെ തന്നെ കാണണം, കറക്റ്റായിട്ട് സ്കാൻ ചെയ്യണം. എന്നാലാണ് കേട്ടോ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു PCOD കൊണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ PCOD കൊണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി ആണ് കേട്ടോ, വന്ധ്യത. അപ്പോൾ പലരും പ്രഗ്നൻസി ലേറ്റ് ആകുമ്പോഴാവും എന്താണെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴാവും PCOD ആണെന്ന് അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെ. കറക്റ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ നമുക്ക് PCOD മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് പറയുന്നത് ഈ ഒരു വന്ധ്യത ആണ്. രണ്ടാമത്തെ കാര്യം അമിതവണ്ണമാണ്. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് പറയുന്നത് എൻഡോമെട്രിയൽ ക്യാൻസറൊക്കെ വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് കേട്ടോ.
അപ്പോൾ ഇത്രയാണ് പറയുന്നത്. ഇനി നമുക്കിതിന് പരിഹാരമായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് കറക്റ്റായിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മരുന്നിൻ്റെ കൂടെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഡയറ്റും അതേപോലെ തന്നെ നമ്മളൊരു വ്യായാമവും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. ശ്രമിക്കണം എന്നല്ല, ശ്രദ്ധിക്കണം. നമ്മൾ എന്തായാലും ചെയ്യുകയും വേണം. അങ്ങനെ ആകുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്താണ് പഞ്ചസാര, അതുപോലെ ബേക്കറി ഐറ്റംസ്, മാംസാഹാരങ്ങൾ, മൈദ, ചോക്ലേറ്റ്, തേന്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചോറൊക്കെ നമുക്ക് കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചോറ് അളവ് കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ ഇവർ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഡയറ്റ് എടുക്കുമ്പോഴും പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് പറഞ്ഞ സാധനങ്ങൾ ഇതാണ്. പിന്നെ നമുക്ക് കൂടുതലായിട്ട് പ്രോട്ടീൻസ് അടങ്ങിയ സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ പച്ചക്കറികളായിക്കോട്ടെ, ഇലക്കറികളൊക്കെ ഒരുപാട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ പയറ്, ചെറുപയറും കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പഞ്ചസാര പോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. വ്യായാമം നന്നായിട്ട് ചെയ്യുക. ഡയറ്റ് എടുക്കുമ്പോൾ അതിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ന്യൂട്രിയൻസും അതുപോലെ നമ്മുടെ ഈ ഒരു അമിതവണ്ണത്തിനെ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.